ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ എതിരാളികളെ അതിശക്തമായി തന്നെ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തി മുതലെയും ഒരേ സമയം നേരിടേണ്ട അവസ്ഥ നേരത്തെ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഹൂത്തികളുടെ കാര്യം അവർ നോക്കിക്കോളാം, ബാക്കി രണ്ടുപേരെയും കൈകാര്യം ചെയ്യാനാണ്. എന്തായാലും അമേരിക്ക ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള പ്രതിരോധ സഹായങ്ങളുമായി ഇസ്രായേലിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകര സംഘടനകളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെട്ടത് ഇനി ഇത്തരം സംഘടനകളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് യുദ്ധം ചെയ്യുമെന്നാണ്. ഒപ്പം ഇറാന്റെ ആണവായുധങ്ങൾ നിർവീര്യമാക്കുന്ന കാര്യവും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി പറഞ്ഞത് ഞങ്ങൾ ആക്രമിച്ചാൽ അമേരിക്ക ഞങ്ങളും ആക്രമിക്കുമെന്നാണ്. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് കാര്യമായ യുദ്ധവിമാനങ്ങളില്ല, യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളില്ല. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ളവയൊക്കെ തന്നെ നേരത്തെ തകർത്തിരുന്നു. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ എല്ലാ ആണവ പദ്ധതികളും നശിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെയും പലതവണ താക്കീത് നൽകിയിരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡിഗോ ഗേർഷയിലെ വ്യോമത്താവളത്തിലേക്ക് നിരവധി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നെത്തിയത് ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണോ എന്ന് പോലും പലരും സംശയിച്ചിരുന്നു. എന്താണെങ്കിലും ബദറിന്റെ വധത്തോടുകൂടി ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ കൂടി കഥ ഇസ്രായേൽ കഴിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് വകവരുത്തുന്നതിന് തന്നെയായിരിക്കും ഇസ്രായേൽ മുൻഗണന നൽകുക. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശത്രുക്കളെ ഒരുമിച്ച് നേരിടേണ്ടതുണ്ട് എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്.